ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. വേൾഡ് കപ്പിലെ ആദ്യ മത്സരത്തിൽ മൊറോക്കോയെ നേരിടാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ ബ്രസീൽ ഉള്ളത്. ഞായറാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം 3:30 ഈ മത്സരം നടക്കുക. ഈ മത്സരത്തിന്റെ പോസിബിൾ ലൈനപ്പ് കഴിഞ്ഞ ദിവസം ESPN ബ്രസീൽ പ്രസിദ്ധീകരിച്ചിരുന്നു. അതിൽ മാറ്റങ്ങൾ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് മറ്റൊരു ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോ സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതായത് അതേ ലൈനപ്പ് തന്നെയായിരിക്കും കാർലോ ആഞ്ചലോട്ടി മിക്കവാറും ഉപയോഗപ്പെടുത്തുക. പക്ഷെ മറ്റൊരു കാര്യം കൂടി ഗ്ലോബോ പറഞ്ഞിട്ടുണ്ട്. ഇന്നലത്തെ ട്രെയിനിങ്ങിൽ എഡേഴ്സണെ റൈറ്റ് ബാക്ക് ആയിക്കൊണ്ട് കാർലോ ആഞ്ചലോട്ടി ഇപ്പോൾ പരീക്ഷിച്ചിട്ടുണ്ട്. മധ്യനിരയിൽ കളിക്കുന്ന താരമാണ് എഡേഴ്സൺ. പക്ഷെ ഇന്നലെ അദ്ദേഹത്തെ RB ആയിക്കൊണ്ട് ആഞ്ചലോട്ടി പരീക്ഷിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷെ RB പൊസിഷനിൽ ആരെ കളിപ്പിക്കണം എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഇതുവരെ ആഞ്ചലോട്ടി എടുത്തിട്ടില്ല. നിലവിൽ ഡാനിലോ കളിക്കാനാണ് സാധ്യത എന്നുകൂടി ഗ്ലോബോ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ നെയ്മറുടെ കാര്യത്തിലേക്ക് വന്നാൽ അദ്ദേഹം ഇതുവരെ ബോൾ കൊണ്ട് ട്രെയിനിങ് ആരംഭിച്ചിട്ടില്ല, അഥവാ കളിക്കളത്തിലേക്ക് മടങ്ങി എത്തിയിട്ടില്ല. ടീമിനോടൊപ്പം അദ്ദേഹം ട്രെയിനിങ് ഇതുവരെ നടത്തിയിട്ടില്ല എന്നുള്ളത് ആരാധകർക്ക് ഒരൽപ്പം നിരാശ പകരുന്ന കാര്യമാണ്. നെയ്മർ പരിക്കിൽ നിന്നും വളരെ വേഗത്തിൽ മുക്തനായി കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ബോൾ കൊണ്ട് ട്രെയിനിങ് നടത്താനുള്ള ഒരു അനുമതി ഇതുവരെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. ജിമ്മിനകത്ത് തന്നെയാണ് നെയ്മർ ഉള്ളത്. ഫിസിയോതെറാപ്പി തന്നെയാണ് നെയ്മർ ഇപ്പോഴും തുടരുന്നത്. എന്നാണ് അദ്ദേഹം കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തുക എന്നുള്ളത് വ്യക്തമല്ല. ഹൈത്തിക്കെതിരെയുള്ള മത്സരത്തിലെങ്കിലും നെയ്മറെ കാണാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ബ്രസീലിയൻ ആരാധകർ ഉള്ളത്. ഏതായാലും മൊറോക്കോക്കെതിരെയുള്ള ബ്രസീലിന്റെ പോസിബിൾ ലൈനപ്പ് നമുക്കൊന്ന് പരിശോധിക്കാം. ഗോൾ കീപ്പർ ആലിസൺ ബക്കർ, സെന്റർ ബാക്കുമാർ ഗബ്രിയേൽ മഗല്ലസും മാർക്കിഞ്ഞോസും, വിംഗ് ബാക്കുമാരായിക്കൊണ്ട് അലക്സാൻഡ്രോ ഡാനിലോ, മധ്യനിരയിൽ കാസിമിറോ, ബ്രൂണോ ഗൊയ്മറസ്, ലുക്കാസ് പക്കേറ്റ, മുന്നേറ്റ നിരയിൽ വിനീഷ്യസ് ജൂനിയർ, മാത്യൂസ് കുഞ്ഞ, റാഫീഞ്ഞ. ഇങ്ങനെയാണ് ഇപ്പോൾ ഒരു സാധ്യതാ ലൈനപ്പ്. ഇനി ചിലപ്പോൾ ഇതിൽ മാറ്റം സംഭവിച്ചേക്കാം. എന്തായാലും ഈ ലൈനപ്പിന്റെ കാര്യത്തിൽ ആരാധകർക്ക് ആശങ്കയുണ്ട്. പ്രത്യേകിച്ച് വിംഗ് ബാക്കുമാരുടെ കാര്യത്തിലാണ് പല ആരാധകരും ഇപ്പോൾ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.